ഏപ്രിൽ മാസം 1-ാം തീയതി ക്രിസ്തുവർഷം 2026 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. എല്ലാ ബുധനാഴ്ചയും ദൈവം നൽകുന്ന പുതിയ അവസരങ്ങൾക്കായിട്ട്, അതിനുവേണ്ടി ഒരുക്കുന്ന കൃപകൾക്കായിട്ട്, കേൾവിക്കാരെ ഒരുക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം പീഡാനുഭവ ആഴ്ചയുടെ ഒരു സമ്മറി സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലായ ഒരു വേദഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 22 മുതൽ ഉള്ള വാക്യങ്ങളാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ, 22 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ന്യായപ്രമാണം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പിണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെ ആയാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയെ മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. നമുക്ക് ഈ പീഡാനുഭവ ആഴ്ച ആചരിക്കുന്ന ഈ നാളുകളിൽ നമുക്ക് വാസ്തവമായ ക്രിസ്തുവിനെ ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന തിരുവചനം കൂടാതെ ക്രിസ്തു കൂടാതെ തിരുവചനവും ഇല്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കർത്താവിൻ്റെ ആദ്യ ആഗമനം തന്നെയാണ്. നമ്മുടെ പാപങ്ങൾക്കായി ഒരിക്കൽ പ്രത്യക്ഷനായി, ഇനി രണ്ടാമത് പാപം കൂടാതെ പ്രത്യക്ഷനാകും. അതുകൊണ്ട് നമ്മൾ ഈ നാളുകളിൽ പീഡാനുഭവ ആഴ്ച ആചരിക്കുമ്പോൾ ചില ദൈവിക സത്യങ്ങൾ, വെളിപ്പെട്ട വചനങ്ങൾ, തിരുവചനങ്ങൾ, ബൈബിളിലെ വചനങ്ങൾ നമുക്ക് പരിചയപ്പെടാം, വായിക്കാം, കേൾക്കാം, വിശ്വസിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ തലവണക്കി ദൈവസന്നിധിയിൽ ഞങ്ങൾ ക്രിസ്തു യേശു മുഖാന്തരം വന്ന് അവിടത്തേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. പുത്രനെ അയച്ച് അവനൊരിക്കലേ പ്രത്യക്ഷനായി. അത് പാപപരിഹാരത്തിന് വേണ്ടിയായിരുന്നു. അവൻ അത് പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് കടന്ന് പിതാവിന് വലുത് വന്നിരിക്കുകയാണ്. അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പീഡാനുഭവം ഓർക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ ആഴ്ചയിൽ കർത്താവെ,
അവിടുത്തെ വചനത്തിലൂടെ സത്യം അറിയുവാൻ, വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഉണർവും പ്രവർത്തനവും ഞങ്ങളുടെ ഹൃദയങ്ങളുണ്ടാവാൻ അവിടുന്ന് ഇടയാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ച നാം സംഭവബഹുലമായ ഈ ലോകത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യാവശ്യങ്ങൾ ദൈവകൃപയാൽ നമുക്ക് ലഭിച്ചുവെങ്കിലും അത് യുദ്ധം മൂലം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അല്പം കഷ്ടത്തിൻ്റെ നാളുകൾ നാം തുടരുകയാണ്. കോവിഡിൻ്റെ കാലം കണ്ട നമുക്ക് ഇത് ഒരു പുത്തിരിയല്ല എങ്കിൽ കൂടി പ്രശ്നങ്ങൾ വരുമ്പോൾ, നമ്മുടെ സാധാരണ ജീവിതത്തിന് പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവഭക്തന്മാർ ഉൾപ്പെടെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഉൾപ്പെടെ ഇന്ന് ദൈവത്തിനും ഈ ലോകത്തിൽ ദൈവം ചെയ്യുന്ന പ്രവർത്തികൾക്ക് എതിരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിലും അതിന് മുമ്പത്തെ ആഴ്ചയിലും നമ്മൾ ആഗ്രഹിച്ചത് ഒരു ആശ്വാസത്തിൻ്റെ വചനം. ഈ സംഭവബഹുലമായ ലോകത്ത് ഈ കഷ്ടം അനുഭവിക്കുന്ന, ദുഷ്ടത അനുഭവിക്കുന്ന, ദുഷ്ടന്മാർ പെരുകി വരുന്ന, ദുഷ്ടൻ്റെ അധീനതയിൽ ജീവിക്കുന്ന നമുക്ക് സമാധാനത്തിൻ്റെ ആശ്വാസവാക്കുകൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സദൃശ്യവാക്യങ്ങളിലേക്ക് കടക്കുകയും അതിൽ നിന്ന് അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ വായിച്ചു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, ദൈവാശ്രിതർ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമാണ് സമാധാന ജീവിതം. അതിന് ആധാരമായിട്ട് നമുക്ക് ഒരുപാട് വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. നമ്മുടെ സമാധാന ജീവിത പ്രകാരമായിരിക്കും, സ്വൈര്യമുള്ള ജീവിതം, സ്വസ്ഥയുള്ള ജീവിതമായിരിക്കും. അതുകൊണ്ട് ദൈവാശ്രിതർ നിർഭയം ജീവിക്കും, ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കും. എന്ന് നമ്മുടെ ജീവിതത്തിൽ, ഈ ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമുക്ക് നിർഭയം ജീവിക്കാൻ പറ്റത്തില്ല. നമ്മുടെ വീട്ടിലും, നമ്മുടെ കുടുംബത്തിലും, നമ്മുടെ അയൽവക്കത്തും, നമ്മുടെ സംസ്ഥാനത്തും, നമ്മുടെ രാഷ്ട്രത്തിലും, ലോകമെമ്പാടും ഭയപ്പെടുത്തുന്ന ആശയങ്ങളും മനുഷ്യരുമാണ്, അത് വിശ്വസിക്കുന്ന മനുഷ്യരുമാണ്. അതുകൊണ്ട് അതാണ് ദോഷം, അതിൻ്റെ ഭയം, അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ട് നമുക്ക് നിർഭയമായി ജീവിക്കാനോ ദോഷമോടെ ജീവിക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് സ്വൈര്യത, സ്വസ്ഥത എന്നുള്ളത് തീർച്ചയായിട്ടും അത് നമുക്ക് അന്യമായിരിക്കുകയാണ്. അതുകൊണ്ട് അതിൽ നമുക്ക് ദൈവത്തിലേക്ക് തിരിയാനും, ദൈവത്തിൽ ആശ്രയിക്കാനും, ദൈവവചനത്തിൽ ആശ്രയിക്കുവാനും അതുവഴി നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കണം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലെ പ്രധാനപ്പെട്ട വിഷയം. ഇന്ന് നമുക്ക് കഴിഞ്ഞ ഞായറാഴ്ച മുതലുള്ള ചില പീഡാനുഭവ ആഴ്ചകളുടെ ചില കാര്യങ്ങൾ നമുക്ക് അല്പമായിട്ടൊന്ന് പരിശോധിച്ച്, കാരണം എപ്പോഴും ഏതൊരു വിഷയവും അതൊരു വിഷയമായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരുപാട് നാളുകൾ ആവശ്യമാണ്. എന്നാൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി പീഡാനുഭവം എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു മുഖവരയും അതിലെ ഉള്ളടക്കവും നമുക്ക് പരിചയപ്പെടുത്തുക മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിൽ നിന്ന് നമ്മൾ ഇബ്രാഹിത്തിൽ വായിച്ചതുപോലെ ഈ പീഡാനുഭവ ആഴ്ചയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ്. അത് നമ്മൾ മനസ്സിലാക്കി വാസ്തവമായിട്ടതിലേക്ക് തിരിയാൻ നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം, നമ്മുടെ ചില പാരമ്പര്യങ്ങളിൽ, പ്രത്യേകിച്ച് റോമൻ കത്തോലിക്കരുടെ വിശ്വാസ ആചാരങ്ങളനുസരിച്ച് പീഡാനുഭവ ആഴ്ചയിൽ പുത്തൻ പാന എന്ന് പറയുന്ന ഒരു പാട്ടുപാടുന്ന രീതിയുണ്ട്. പുത്തൻ പാന അത് 1700കളിൽ ഒരു ജർമ്മൻ സായിപ്പ് മലയാളം പഠിച്ച് അദ്ദേഹം എഴുതിയ പാട്ടുകളാണ് ഈ പുത്തൻ പാനയായി നാം പാടിക്കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അത് മൊത്തമായിട്ട് എനിക്കറിയത്തില്ല, ഞാൻ ആ പാട്ട് പാടിയിട്ടുണ്ട്, പാട്ട് കേട്ടിട്ടുണ്ട്, എങ്കിലും അത് മൊത്തമായിട്ട് ഞാൻ വിശകലനം ചെയ്തിട്ടില്ല എന്നുള്ള വാസ്തവമാണെങ്കിലും അങ്ങനെ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അത് 1700കളിലാണ് ഉണ്ടായത് എന്നുള്ളത് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന് അല്പ നൂറ്റാണ്ടുകൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 1517 16-ാം നൂറ്റാണ്ടിലാണ്
നവീകരണമെന്ന റിഫോർമേഷൻ മാർട്ടിൻ ലൂതറിൻ്റെ ഉണ്ടായത്. അതിന് ശേഷമാണ് ജർമ്മൻ സായിപ്പന്മാർ നമ്മുടെ കേരളത്തിലേക്ക് വരികയും നിഘണ്ടുകളുണ്ടാക്കുകയും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയും എല്ലാം ചെയ്തത് നമുക്കറിയാം. അന്നത്തെ ഇന്ന് നമ്മൾ പറയുന്ന കണ്ണൂർ, അതായിരുന്നു അന്ന്, ആ ഭാഗങ്ങളായിരുന്നു അന്ന് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്രബിന്ദു. അവിടെയാണ് ജർമ്മൻ സായിപ്പന്മാർ വന്ന് പ്രവർത്തിച്ചത്. എന്നാൽ പിൽക്കാലങ്ങളിൽ അതിനോട് ബന്ധപ്പെട്ട ആ സമയങ്ങളിൽ തിരുവിതാംകൂർ ഈ പരിഭാഷയ്ക്കൊക്കെ വിരോധമാകുകയും പുതിയ പരിഭാഷകൾ ഉണ്ടാക്കുകയും അങ്ങനെ ഒരു മേൽക്കോയ്മ വന്നത് തിരുവിതാംകൂറിലാണ്. എങ്കിലും ഈ പുത്തൻ പാനയും ജർമ്മൻ സായിപ്പന്മാരുടെ നമുക്ക് തന്നിരിക്കുന്ന കോൺട്രിബ്യൂഷൻസും അവരെ ഈ പീഡാനുഭവ ആഴ്ചയിൽ പാടുന്ന പുത്തൻ പാനയല്ല, അതിനെക്കുറിച്ച് അല്പമായ ഒരു അവബോധം, ഒരറിവ് നമുക്ക് ഒരു ക്രിസ്ത്യൻ എന്നുള്ള നിലയിൽ ആവശ്യമാണ്. 1700-കളിലാണ് ഇത് സംഭവിച്ചത് എങ്കിൽ അതിന് മുമ്പ് എന്ത് സംഭവിച്ചു എന്നുള്ളത്, തിരുവചനമില്ലാത്ത സഭ, ഈ തിരുവചനം കൂടാതെ നമുക്ക് എങ്ങനെ ഈ കർത്താവിനെ കണ്ടെത്താൻ കഴിയും, എൻ്റെ പീഡാനുഭവം അനുസ്മരിക്കാൻ കഴിയും എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. 1977-കളിലാണ് എൻ്റെ POC ബൈബിളിലെ തർജ്ജമ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ അവരുടെ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്ന 1977-ലാണ് അത് പരിഭാഷപ്പെടുത്താൻ അന്ന് അവർ തീരുമാനിച്ചത്. 1947-ലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് നമ്മൾ ഓർക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ 1600-കളിലെ 1517-ലാണ് ആ വർഷമാണ് നവോത്ഥാനം, നവീകരണമുണ്ടായത്, പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസം വന്നത്, ബൈബിൾ എല്ലാവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ ഫലമായിട്ട് മാത്രമേ ക്രിസ്തീയത്വം വാസ്തവമായ ക്രിസ്തീയത്വം കേരളത്തിലേക്ക് വന്നത്. അതിനു മുമ്പ് ഉള്ള പരിഭാഷകളോ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. എങ്കിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ നല്ല അവസരങ്ങൾ, തിരുവചനത്തിൻ്റെ പരിഭാഷ, അതുപോലെ പുത്തൻ പാന, ഇതെല്ലാം നമ്മളൊന്ന് പരിശോധിച്ച് ചരിത്രപരമായിട്ട് നമ്മൾ പരിശോധിച്ച് തിരുവചനത്തിലേക്ക് കടന്ന് സത്യം അറിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിലും അവൻ്റെ മരണത്തിലും പുനരുദ്ധാനത്തിലും സ്വർഗ്ഗത്തിലും വിശ്വസിച്ച് നമ്മൾ ഒരു പുതിയ മനുഷ്യനാകണം, ഒരു ക്രിസ്ത്യാനിയാകണം എന്നുള്ളത് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പുത്തൻപാനയുടെ അത് ഒരു കവിതാരൂപമാണ്, അത് പാടുന്ന രീതിയാണ്, അത് വളരെ മനോഹരമായ കാവ്യരചനയാണ് എന്നുള്ളതിൻ്റെ യാതൊരു സംശയവുമില്ല. അതിൻ്റെ എല്ലാം പാരമ്പര്യം മലയാളികളെ നമുക്ക് വെച്ച് തന്നേച്ചു പോയത് നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ദൈവം അയച്ച ജർമ്മൻ സായിപ്പന്മാരാണെന്ന് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അങ്ങനെ നാം പീഡാനുഭവ ആഴ്ച, നമ്മൾ പാഷൻ വീക്ക് എന്നാണ് പറയുന്നത്, അത് ഞായറാഴ്ച മുതൽ ഒരു ഞായറാഴ്ച വരെയുള്ള ഒരാഴ്ചയാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യാനികൾ നമ്മുടെ ആഴ്ച ആരംഭിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തു പുനരുദ്ധാനത്തോടു കൂടിയാണ്. അത് ഞായറാഴ്ചയാണ്. എന്നാൽ ഈ വേദപുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ചുള്ള പീഡാനുഭവം നമ്മൾ നോക്കുമ്പോൾ അത് ഞായർ തൊട്ട്, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നുള്ള ഒരു ക്രമമുള്ളൂ. എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സമയത്ത്, ബുധനാഴ്ച ഈ സമയം, അവരുടെ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി അവരുടെ പെസഹ അവർ ആചരിച്ചു തുടങ്ങും. ഈ യഹൂദന്മാരുടെ പെസഹ അത് ഈജിപ്തിൽ വെച്ച് നടന്നൊരു സംഭവമാണത്. അതിൻ്റെ ഓർമ്മയാണ് യഹൂദന്മാർ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ പെസഹായുടെ ആ യഹൂദ ആചാരത്തിൻ്റെ ഇടയിൽ ഒരു പുതിയ കൽപ്പന നമുക്ക് നൽകുന്നു. ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം, ഇത് എൻ്റെ രക്തത്തിൽ പുതിയ നിയമം എന്നുള്ള ഒരു ആശയം നമുക്ക് അത് ഉണ്ടാക്കുകയും അത് നമുക്ക് അപ്പോസ്തലന്മാരോട് ലഭിക്കുകയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഈ പെസഹ എന്താണ്, പെസഹയുടെ ആചരണം എന്താണ്, ആരുടെയാണ് പെസഹ
എന്നാൽ പെസഹയായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താണ്? ആ പെസഹായുടെ ആചാരത്തിൽ എൻ്റെ ഇടയിലാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിക്കും, അവൻ്റെ ശരീരം നമുക്ക് വേണ്ടി നൽകും, അവൻ്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിയുമെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമാക്കി നൽകിയത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ മാത്രമേ ഒരു വാസ്തവമായ സാക്ഷാൽ ക്രിസ്ത്യാനിയായിട്ട്, തിരുവചനത്തിലെ ക്രിസ്ത്യാനിയായിട്ട്, ഒരു ബൈബിൾ ചർച്ച് എന്നുള്ള നിലയിൽ അതിൻ്റെ അംഗമായി തീരാൻ ആർക്കും സാധിക്കുകയുള്ളൂ. ഇത് ദൈവവചനത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നിങ്ങളെ ഞാൻ വിനീതമായി ഓർപ്പിക്കുന്നു. അങ്ങനെ പീഡാനുഭവ ആഴ്ച നമുക്ക് 4 സുവിശേഷങ്ങളിലും ഇതിനെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. ചരിത്രമായ വസ്തുതയാണ്. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 29 മുതൽ അതിൻ്റെ അവസാനം 24-ാം അധ്യായത്തിൻ്റെ 53 വരെയുള്ള കാര്യങ്ങൾ അത് ചരിത്ര പുസ്തകമായിട്ട് തന്നെയാണ്. അതിൻ്റെ ഒരു ക്രമം അനുസരിച്ച് തന്നെയാണ് ലൂക്കോസ് അപ്പസ്തോലൻ രചയിതാവായ ലൂക്കോസിൻ്റെ സുവിശേഷ രചയിതാവായ ലൂക്കോസ് അത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഞായറാഴ്ച അന്നത്തെ കാലത്തെ യഹൂദന്മാരുടെ ന്യായപ്രമാണമനുസരിച്ചുള്ള ഒരു ദിവസമാണ് ഇത് ആരംഭിക്കുന്നത്. അത് അവരുടെ കലണ്ടർ വ്യത്യാസമുണ്ട്. അത് നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടർ, നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ മാറ്റിയതാണ്. അതുകൊണ്ട് നമുക്കിന്ന് ഞായറാഴ്ച, തിങ്കളാഴ്ച എന്നൊക്കെ പറയാം. അത് തന്നെയാണ് ഞാനിന്ന് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ യഹൂദ പാരമ്പര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ആചരിച്ചു വരുന്നത് പോലെ തന്നെ നമുക്ക് ഓർക്കാം. ഓശാന ഞായർ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു. ഈ ഓശാന ഞായറാഴ്ച നമുക്കറിയാം, കർത്താവ് ശിഷ്യന്മാരെ അയച്ച് ആരും അതുവരെ ഇരിക്കാത്ത ഒരു കഴുതയെ കൊണ്ടുവരാൻ പറയുന്നു. ആ കഴുത പുറത്തിരിക്കുന്നു. അവർ അതിൻ്റെ മുകളിൽ, കഴുതയുടെ മുകളിൽ വസ്ത്രങ്ങളൊക്കെ വിരിച്ച് അവനിരുത്തുന്നു. അവർ ആഘോഷമായിട്ട് ദാവീദിൻ്റെ പുത്രൻ ഓശാന എന്നും പറഞ്ഞുകൊണ്ട് അവർ ജെറുസലേമിലേക്ക് പോവുകയാണ്. ഇതാണ് ആ ചരിത്ര സംഭവം. ഇതിൽ ഒരുപാട് പഴയ നിയമ പ്രവചനങ്ങൾ നിവൃത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ, അതിൽ 40 വായിക്കുമ്പോൾ എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓശാന ഞായർ ആചരിക്കുന്ന വ്യക്തികളാണ്. നല്ല കാര്യം തന്നെയാണ്. എന്നാൽ അതോടുള്ള ബന്ധത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അന്ന് നിവൃത്തിയായി. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതൊരു ദൈവിക വെളിപ്പാടിൻ്റെ ഒരു നിവൃത്തിയായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമുണ്ട്. അതിനുശേഷം യേശു അതിൻ്റെ അവസാനമായിട്ട് ജെറുസലേം, അന്ന് ദേവാലയമുണ്ട്, ജെറുസലേമിലേക്കും ദേവാലയത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 41-ാം വാക്യം, അവൻ അവിടുന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു. ജെറുസലേം കാണുകയാണ്. ജെറുസലേമാണ് അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നഗരം. അവിടെയാണ് ദേവാലയവും പല പിതാക്കന്മാരുടെ പല കാര്യങ്ങളും, ദൈവത്തിന് നിവൃത്തിയാകുമെന്ന പല കാര്യങ്ങളും നിലനിൽക്കുന്നത് അവിടെ ആയതുകൊണ്ട് ആ പട്ടണത്തെ കണ്ടപ്പോൾ കർത്താവ് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തിൻ്റെ മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ. അവരറിയാതെ പോയി. നമ്മൾ വായിച്ചതുപോലെ കർത്താവ് യേശുക്രിസ്തു ഒരിക്കലായി പ്രത്യക്ഷപ്പെട്ടു പാപപരിഹാരത്തിന്. അവൻ വന്നപ്പോൾ യഹൂദന്മാർക്കത് മിസ്സായിപ്പോയി. അത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. എന്നാൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ അത് ജാതികൾക്കത് ഗുണകരമായി തീർന്നു. നമുക്ക് സഭയോട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനും യേശുക്രിസ്തുവായിട്ട് ബന്ധമുണ്ടാകുവാനും സ്വർഗത്തിന് അവകാശികളായി തീരാനൊക്കെ സാധിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. എങ്കിലും അവൻ തൻ്റെ ജനത്തിലേക്ക് വന്നു എന്നാൽ അവനെ അറിഞ്ഞില്ല, അവനെ മിസ്സായി എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യം തന്നെയാണ്. സമാധാനത്തിലുള്ള മാർഗങ്ങൾ ഈ ദിവസത്തെ നീ അറിഞ്ഞിരുന്നുവെങ്കിൽ, എന്നാൽ അവ ഇപ്പോൾ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെടുന്നു. അവർ കർത്താവിനെ കണ്ടു, അത്ഭുതങ്ങൾ പൊട്ടൻ കേൾക്കുന്നു, കുരുടൻ കാണുന്നു, വികലാംഗര് അവർ നടക്കുന്നു,
മരിച്ച ഉയർത്തെഴുന്നേൽക്കുന്നു, ഇതെല്ലാം മശിഹായുടെ അടയാളങ്ങൾ. ഇത് കണ്ട യഹൂദന്മാർക്ക് വലിയ ആപത്ത്. അന്നത്തെ പുരോഹിത വർഗത്തിന്, നേതാക്കൾക്ക് അത് മറഞ്ഞുപോയി, അവരത് കാണാതെ പോയി. അത് നമുക്ക് സംഭവിക്കരുത് എന്നുള്ളതാണ് ഈ പീഡാനുഭവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവവചനം വായിച്ച് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതിന് 43-ാം വാക്യം, ലൂക്കോസിന് 19-ാം അധ്യായത്തിൻ്റെ, ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും. ജെറുസലേമിൻ്റെ നാശത്തെക്കുറിച്ച് പറയുകയാണ്. നിന്നെയും നിൻ്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിൻ്റെ സന്ദർശന ദിവസം നീ അറിഞ്ഞില്ല. നിൻ്റെ സന്ദർശന ദിവസം സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ അയച്ചു, യഹൂദന്മാരെ മശിഹായെ അയച്ചു, തൻ്റെ ജനത്തിലേക്ക് അയച്ചു, താൻ തിരഞ്ഞെടുത്ത നാട്ടിലേക്ക് അയച്ചു. പക്ഷെ അവർക്കത് മിസ്സായിപ്പോയി. അത് വലിയൊരു ദുഃഖകരമായ കാര്യമാണ്. നിൻ്റെ സന്ദർശന ദിവസം നീ അറിഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ സുവിശേഷം അറിയിക്കുമ്പോൾ, സുവിശേഷത്തിൽ തിരുവചനം വായിക്കണം എന്ന് നിങ്ങളോട് പറയുമ്പോൾ, അത് നിങ്ങൾ ലാഘവബോധത്തോടെ കാണരുത്. നിങ്ങളുടെ സന്ദർശന ദിവസമായിരിക്കാം. അതുകൊണ്ട് ഈ വചനത്തിലേക്ക് തിരിയുക, കർത്താവിനെ വാസ്തവമായി കണ്ട് ഈ പീഡാനുഭവ ആഴ്ചയിൽ ഈ മരിച്ച് അടക്കപ്പെട്ട കർത്താവിനെ, കഷ്ടം സഹിച്ച് മരിച്ച കർത്താവിനെ നമ്മൾ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുക എന്നുള്ളത്, വിശ്വസിക്കുക എന്നുള്ളത് അതിപ്രധാനമായിട്ടുള്ള വിഷയമാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, അന്ന് യഹൂദന്മാർക്കും പുരോഹിത വർഗത്തിനും സമാധാനപ്രഭുവായ യേശുക്രിസ്തുവിൻ്റെ സന്ദർശനം അറിയാതെ പോയി. യഹൂദന്മാർക്കും പുരോഹിത വർഗത്തിനും സമാധാനപ്രഭുവായ യേശുക്രിസ്തുവിൻ്റെ സന്ദർശനം മറയ്ക്കപ്പെട്ടു. നിങ്ങൾ പാരമ്പര്യം പിൻപറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. വെറും പാരമ്പര്യം കൊണ്ട്, തിരുവചനത്തിലല്ലാത്ത എന്ത് പാരമ്പര്യവും, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ, പുതിയ നിയമ വെളിപ്പാടുകളിൽ പാരമ്പര്യമാണ് നാം, അപ്പസ്തോലിക ഉപദേശങ്ങളുടെ പാരമ്പര്യമാണ് നാം തുടരേണ്ടത്. അപ്പോൾ അന്ന് അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് അത് ഞായറാഴ്ച സംഭവിച്ച കാര്യമാണ്, ഓശാന ഞായർ. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, അതുപോലെ തന്നെ യോഹന്നാൻ, 4 സുവിശേഷങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്കത് വായിക്കാം. ഒരു 19-ാം അധ്യായമാണ് ഞാൻ തിരഞ്ഞെടുത്തത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിന്. 2-ാമത്തെ ദിവസമാണ് തിങ്കളാഴ്ച. അന്ന് അത്തിവൃക്ഷത്തെ കർത്താവ് ശപിക്കുകയാണ്. അത്തിവൃക്ഷം നമുക്കറിയാം. അത്തിയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു വൃക്ഷം എന്നുള്ള നിലയിൽ അത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് യഹൂദനെ സംബന്ധിച്ച ഒരു നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് അത്തിവൃക്ഷം. ഈ അത്തിവൃക്ഷത്തെ അന്ന് അവൻ ശപിക്കുകയാണ്. അതിനുശേഷം കർത്താവ് പിന്നെ അതിന് കാണുമ്പോൾ അത് ഉണങ്ങിപ്പോവും, അതിന് വേര് തൊട്ട് ഉണങ്ങിപ്പോവുകയാണ്. ഇത് തൻ്റെ ജനമായ ഇസ്രായേലിന് തിരുവചനം ലഭിച്ച, മശിഹ വന്ന പ്രവാചകന്മാരും ഒരുപാട് പേരുള്ള ഈ യഹൂദന്മാർക്ക് നഷ്ടപ്പെട്ടു എങ്കിൽ, അത് മറഞ്ഞു പോയി എങ്കിൽ, അവരറിയാതെ പോയി എങ്കിൽ, ബൈബിളില്ലാത്ത, ബൈബിൾ വായിക്കാത്ത, സത്യം എന്തെന്ന് അറിയാത്ത, യേശു ക്രിസ്തു തിരുവചനത്തിൽ നിന്ന് ആരാണെന്ന് അറിയാത്ത, പീഡാനുഭവാഴ്ച എന്താണെന്ന് അറിയാത്ത നമുക്ക് എത്രയോ കഷ്ടമാണ്. അന്ന് യഹൂദ പ്രമാണികൾ ക്രിസ്തുവിൻ്റെ അധികാരം ചോദ്യം ചെയ്തു. തിങ്കളാഴ്ച നടന്ന കാര്യമാണ്. ഞായറാഴ്ച, ഓശാന ഞായറാഴ്ച. തിങ്കളാഴ്ച കർത്താവ് ബഥനിയിൽ നിന്ന് ജെറുസലേമിലേക്ക് വന്നു. ജെറുസലേമിൽ നിന്ന് ബഥനിയിലേക്ക് പോയി. ബഥനിയിൽ തിരിച്ച് ജെറുസലേമിലേക്ക് വരുന്ന വഴിയാണ് അവൻ വിശന്നു. അവൻ അത്തിവൃക്ഷത്തിൽ നോക്കി, അതിൽ ഫലം കണ്ടില്ല. അവൻ ശപിച്ചു, അത് വേരോടുകൂടി ഉണങ്ങിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ നാം അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ, സാക്ഷാൽ അഭിവൃദ്ധി, നമ്മൾ ഫലം കായ്ക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമേ വേരുണ്ടാകണം, അത് വളരണം, അത് ഫലം പായിക്കണം. യഹൂദന്മാർക്കുള്ള സാധ്യതകളുണ്ടായിരുന്നു, എന്നാൽ അവരത് അറിഞ്ഞില്ല,
അവർ അറിയാതെ പോയി അവർക്ക് മറയ്ക്കപ്പെട്ടു. കാരണം അവരുടെ കയ്യിലിരിപ്പ് പ്രകാരമായിരുന്നു. അതുകൊണ്ട് ഈ നാളുകൾ ഈ കഷ്ടാനുഭവം, പീഡാനുഭവം, കർത്താവേശുവിൻ്റെ പീഡാനുഭവം നമ്മൾ ആചരിക്കുന്ന ഈ നാളുകളിൽ ഇതിനെക്കുറിച്ചൊക്കെ അല്പമായിട്ട് നമ്മൾ ചിന്തിക്കുകയും ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് തിരിയേണ്ടതും വളരെ അത്യന്താപേക്ഷിതമാണ്. മൂന്നാമത്തെ ദിവസമാണ് ചൊവ്വാഴ്ച. ചൊവ്വാഴ്ച പ്രധാനമായിട്ടും ഉള്ളത് ഒലിവുമലയിലെ പ്രഭാഷണമാണ്. ഒലിവുമലയിലെ അന്ന് ശിഷ്യന്മാരോടുകൂടെ ഒലിവുമലയിലേക്ക് പോകുന്ന വഴിക്ക് അവരുടെ ആ സംഭാഷണമാണ് ഒലിവുമലയിലെ പ്രഭാഷണം. ദേവാലയത്തിൽ നിന്ന് ഒലിവുമലയിലേക്കുള്ള യാത്രയിൽ അതിന് മുമ്പും ആ യാത്രയിലും ചെയ്ത ഒലിവേറ്റ് ഡിസ്കോഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. ഒലിവുമലയിലെ ആ പ്രഭാഷണം അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് ചൊവ്വാഴ്ച നടന്ന കാര്യങ്ങൾ. ബുധനാഴ്ച യേശുവിനെ ഒറ്റിക്കൊടുക്കാനുള്ള ഒരുക്കമായിരുന്നു. യൂദാസ് ഇസ്കറിയാത്തോവും യഹൂദ പ്രമാണികളും അവരുടെ കൂടെയുണ്ടായിരുന്ന റോമൻ നേതാക്കളും എല്ലാം ചേർന്ന് കർത്താവിന് ഒറ്റിക്കൊടുക്കാനുള്ള കാര്യങ്ങളാണ് ബുധനാഴ്ച നടന്നത്. വ്യാഴാഴ്ച നമുക്കറിയാവുന്നതുപോലെ അന്ത്യത്താഴത്തിൻ്റെ ദിവസമാണ്. അന്ത്യത്താഴം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ സമയം രാത്രി, അവർക്ക് സമയം തുടങ്ങുന്നത് രാത്രി സൺഡൗണാണ്. അപ്പോൾ അത് ഇന്ന് അവർ ആചരിക്കുകയാണ്. അവർക്കൊരാഴ്ചത്തെ അത് വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ഇസ്രായേലിൽ നടക്കുന്നത്. എന്നാലത് യുദ്ധത്തിൻ്റെ ഇടയ്ക്കാണെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. ഇതുപോലെ കഷ്ടം അനുഭവിച്ചൊരു ജനമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. അവർ ദൈവമക്കളാണ്, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവർ. എങ്കിലും അവരെ പോലെ കഷ്ടം സഹിച്ച ഈ ഒരു ജനത ഈ ലോകത്തില്ല. എന്നിട്ട് പോലും അവരിന്ന് ഭീകരമായ രാഷ്ട്രങ്ങളെ അവരിന്ന് തകർത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് പഠിച്ച ആൾക്കാർ പറയുന്നത് ഇഫ് നോട്ട് ഗോഡ് വിത്ത് ദം, ദൈവം അവരുടെ കൂടെ ഇല്ല എങ്കിലൊന്നും സാധ്യമല്ല എന്നുള്ളത്. വെറും 10 മില്യൺ എന്ന് പറഞ്ഞാൽ 1 കോടി ജനമാണുള്ളത് ഇസ്രായേലിലും മാത്രമായി. അവരും അമേരിക്കയിലും മറ്റുള്ള രാജ്യങ്ങളിൽ 1 കോടി 2 കോടി ജനങ്ങളുള്ള ചെറിയൊരു രാജ്യത്ത് ഇത്ര ശക്തമായിട്ട് ഇറാനെയൊക്കെ നേരിടുക എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഹിസാബുള്ള, ലെബനോൻ, ഈജിപ്റ്റ്, സിറിയ ചുറ്റും അവർക്ക് ശത്രുക്കളാണ്. അവർ തീർച്ചയായിട്ടും അവർ ഈ പെസഹ പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും വലിയ ഭീതിയിൽ മധ്യത്തിലാണ് ചെയ്യുന്നുള്ളത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതും ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ, നമ്മുടെ കർത്താവ് യഹൂദൻ എന്നുള്ള നിലയിൽ അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടത് ഒരു ആവശ്യമാണെന്നും കൂടി ഓർപ്പിക്കുകയാണ്. അങ്ങനെ വ്യാഴാഴ്ച അന്ത്യത്താഴം, മാളികമുറിയിലെ പ്രഭാഷണം, മാളികമുറിയിലെ ഒറ്റിക്കൊടുക്കൽ. വ്യാഴാഴ്ച ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അന്ത്യത്താഴം അത് പെസഹ ആചരണമാണ്. പെസഹ ഞാനും നിങ്ങൾക്കും നമുക്ക് പെസഹായില്ല. നമ്മൾ യഹൂദന്മാരല്ല, യഹൂദന്മാർക്ക് കൊടുത്ത ആചാരമാണത്. അവർക്ക് 9 എൻ്റെ ഓർമ്മ ശരിയാണ്, 9 പെരുന്നാളുകൾ കൊടുത്തിട്ടുണ്ട്. അത് അവർക്കുള്ളതാണ്. ക്രിസ്തുവിന് അങ്ങനത്തെ പെരുന്നാളുകളൊന്നും നമുക്ക് നൽകിയിട്ടില്ല. ഒരിക്കലും നമുക്ക് കർത്താവിൻ്റെ മേശ ആചരിക്കാനുള്ള ഒരു ഉപദേശം നമുക്കുണ്ട്. പിന്നെ മുങ്ങൽ സ്നാനം, 2 റിച്വൽസ് നമുക്കുള്ളൂ, ക്രിസ്ത്യാനികൾക്കുള്ളൂ. എന്നാൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ്, ഒരു ഉത്സവമാണ്. അത് അവർ ആചരിക്കും. അത് ആചരിക്കാനുള്ള കൽപ്പനയുമുണ്ട് അവർക്ക്. അപ്പോൾ അന്ന് വ്യാഴാഴ്ച, ഈ പീഡാനുഭവ ആഴ്ചയുടെ വ്യാഴാഴ്ച അന്ത്യത്താഴം, അതുപോലെ തന്നെ മാളികമുറിയിലെ പ്രഭാഷണം, ഒറ്റിക്കൊടുക്കുന്നു. യൂദാസ് ഇസ്കറിയാത്ത് തൻ്റെ ശിഷ്യനായ തിരഞ്ഞെടുത്ത ശിഷ്യൻ അവൻ ഒറ്റിക്കൊടുക്കുന്നു. കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നു, അവനെ ന്യായവിസ്താരം ചെയ്യുന്നു. അവൻ സൃഷ്ടിച്ച, അവന് വേണ്ടി രക്ഷകനായ വന്ന യേശുക്രിസ്തുവിനെ അവർ ന്യായവിസ്താരം ചെയ്ത് അവസാനം അവന് ന്യായം കിട്ടാതെ അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോവുകയാണ് ചെയ്തത്. വെള്ളിയാഴ്ച ദിവസം നമ്മൾ നോക്കുമ്പോൾ കർത്താവിൻ്റെ ക്രൂശീകരണം അടക്കം, അതാണ് വെള്ളിയാഴ്ച. ഇത് എത്രയോ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിലെ തൻ്റെ പുത്രൻ്റെ കാലുവരി ക്രൂശിലെ മരണം അത് എത്രയോ പ്രധാനപ്പെട്ട, ദൈവസന്നിധിയിൽ എത്രയോ പ്രധാനം.
എന്നാൽ ഇന്ന് വളരെ ലാഘവബോധത്തോടു കൂടിയാണ് കുരിശും ആ കുരിശിലുള്ളവനെ കുറിച്ചൊക്കെ ഉള്ള വളരെ ലാഘവബോധത്തോടു കൂടിയാണ് ആ നാമം എടുക്കുന്നത്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ ഈ പുത്തൻ പാനയിലൊന്നും അങ്ങനെ അല്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം ഇത് എഴുതിയ വ്യക്തി തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വളരെ ജ്ഞാനമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ വെള്ളിയാഴ്ച കർത്താവായ യേശു ക്രിസ്തുവിനെ തിരുവെഴുത്തിൻ പ്രകാരം അവൻ കഷ്ടം സഹിച്ച് രക്തം ചിന്തി മരിച്ചു, അവനെ അടക്കം ചെയ്തു. ശനിയാഴ്ച വേദപുസ്തകത്തിൽ അങ്ങനെ വലിയ കർത്താവിൻ്റെ പീഡാനുഭവത്തോടുള്ള ബന്ധത്തിൽ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. അവർ ശിഷ്യന്മാർ ഓടിപ്പോകുന്നു, അവിടെ യഹൂദന്മാർ പ്രശ്നങ്ങളുണ്ടാക്കുന്നു എന്നുള്ളതിനല്ലാതെ പന്തിയോസ് പീലാത്തോസിൻ്റെ അടുത്ത് പോയി ഇവൻ കള്ളനായിരുന്നു, ഇവൻ്റെ ശരീരം മോട്ടിച്ചുകൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞുള്ള ആ കാര്യങ്ങളൊക്കെയാണ് ശനിയാഴ്ച നടക്കുന്നത്. എന്നാൽ ഞായറാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവ് യേശു ക്രിസ്തു എന്ത് ചെയ്തു? മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. 11 പ്രാവശ്യമെങ്കിലും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായതാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അവർ കാണുകയെ അവൻ സ്വർഗാരോഹണം ചെയ്തു. ആ സ്വർഗാരോഹണം ചെയ്ത് ആ ഒരു കാര്യത്തിൻ്റെ ഒരു പീഡാനുഭവത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എന്താ പറയുക, ആദ്യ ആഗമനത്തിൻ്റെ ഒന്നാം വരവിൻ്റെ നമ്മുടെ പാപപരിഹാരകനായി വന്ന കർത്താവിൻ്റെ ആ പീഡാനുഭവം, അതിൻ്റെ ഒരു സമ്മറിയാണ് നാം ഈ എബ്രായർ 9-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ വായിച്ചത് ഒരു സമ്മറി ഫോം. അങ്ങനെ നമ്മൾ ഈ പീഡാനുഭവ ആഴ്ച നമ്മൾ ആചരിക്കുമ്പോൾ, ഓർക്കുമ്പോൾ അതിൻ്റെ പൊരുൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അന്ന് യഹൂദന്മാർക്കും പുരോഹിതവർഗത്തിനും സമാധാന പ്രവേശിക്കുന്ന സന്ദർശനം അറിയാതെ പോയി. അതുകൊണ്ട് നാം അറിയാതെ പോകരുത്. കർത്താവ് ആരാണ്, എന്തിനു വന്നു, എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ്, അവൻ എന്തുകൊണ്ട് മരിച്ചു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് തിരുവചനത്തിൽ നിന്ന് ശരിയായ അറിവ് നമുക്ക് നേടേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ ശ്രമിക്കണം. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുകയും നമുക്ക് സത്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്. യഹൂദന്മാർക്കും പുരോഹിതവർഗത്തിന് സമാധാനപ്രദമായ യേശുക്രിസ്തു സന്ദേശം മറക്കപ്പെട്ടു. നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ദൈവം തന്നെ നിങ്ങൾക്ക് മറച്ചു തരും, നിങ്ങൾക്ക് ചാൻസ് തരത്തില്ല. അതുകൊണ്ട് ഒരു ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് അവൻ ആരാണ് എന്ന് ഓർത്തുകൊണ്ട്, ദൈവം മഹാദൈവമാണ്, സർവശക്തനായ ദൈവമാണ്, സർവാധികാരിയാണ്. അവൻ പറഞ്ഞുകൊണ്ടായ അത്ര ശക്തനായ ദൈവം, എല്ലാം അറിയാവുന്ന ദൈവമാണ്. അതുകൊണ്ട് അവനോട് കളിക്കാൻ പോകരുത്. എളിമപ്പെട്ട് നമ്മൾ ദൈവത്തിലേക്ക് തിരിഞ്ഞ് കർത്താവിനെ ശരിയായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നെ കേൾക്കുന്നവർക്ക് യേശുവിൻ്റെ ഒന്നാം വരവും അറിയാമോ? എന്തിനു വേണ്ടി ഒന്നാം വരവ്? യേശുവിൻ്റെ ഒന്നാം വരവ് പാപപരിഹാരത്തിനായിരുന്നു. മനുഷ്യരാശിയുടെ പാപപരിഹാരം, ആദാമിൻ്റെ മക്കളിൽ ചെയ്ത പാപത്തിന് പരിഹാരകനായിട്ടാണ് അവസാനത്തെ ആദാമായ യേശുക്രിസ്തു ജാതനായി പാപപരിഹാരാർത്ഥം മരിച്ചത്. ഒന്നാം വരവ് പാപപരിഹാരമായിരുന്നു ഉദ്ദേശം. ഇത് അറിവായി നിങ്ങൾക്കുണ്ടോ? പരിശുദ്ധാത്മാവിന് ബോധ്യം നൽകിയിട്ടുണ്ടോ? തിരുവചനത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങളത് വിശ്വസിച്ചിട്ടുണ്ടോ? വിശ്വസിക്കുന്നുവോ? നാം ഫലമില്ലാത്ത അത്യവൃക്ഷമാകരുത്. തിങ്കളാഴ്ച എന്താ സംഭവിച്ചത്? അത്യവൃക്ഷത്തെ അവൻ ശാപിച്ചു. നമ്മൾ ഉള്ളവരായിട്ട് ജീവിക്കണമോ അല്ലെങ്കിൽ അനുഗ്രഹമുള്ളവരായിട്ട് ജീവിക്കണം? തീർച്ചയായിട്ടും നമ്മൾ അനുഗ്രഹമുള്ളവരായിട്ട് ഫലം കായ്ക്കണമെങ്കിൽ നമ്മൾ ഈ ദൈവത്തെയും ദൈവത്തിൻ്റെ ക്രിസ്തുവിനെയും വാസ്തവമായിട്ട് നാം വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. നാം യേശു ക്രിസ്തുവിൻ്റെ അധികാരം ചോദ്യം ചെയ്യുന്ന വരും. നമുക്കറിയാം, നമ്മൾ ഇതിനെക്കുറിച്ച് വായിക്കുമ്പോൾ ചൊവ്വാഴ്ച തിങ്കളാഴ്ച ദിവസം അന്ന് അത്യവൃക്ഷി ശപിക്കുക മാത്രം വേറൊരു സംഭവം, വേറെ പല സംഭവങ്ങളതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിലേക്കും ഞാൻ കടക്കുന്നില്ല. വേറൊരു കാര്യമാണ്, അന്ന് യഹൂദ പ്രമാണികൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തു. അതിനുവേണ്ടി ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 20-ാം അധ്യായം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 20-ാം അധ്യായം. ആ ദിവസങ്ങളിൽ ഒന്നിൽ അവൻ ദേവാലയത്തിൽ ജനത്തോട് ഉപദേശിച്ചു.
യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയാണ്. അവൻ ജനത്തോട് ഉപദേശിച്ചു സുവിശേഷം അറിയിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരുമായി അടുത്ത് വന്ന് അവനോട്, എന്ന് പറഞ്ഞാൽ അന്നത്തെ മതപണ്ഡിതന്മാർ, മതപുരോഹിതന്മാർ വന്ന് കർത്താവിനോട് ചോദ്യം ചെയ്യുകയാണ്, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നത് ആർ? ഞങ്ങളോട് പറയുക എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അവർ ചോദിച്ച ചോദ്യം അത് ഞാനൊരു തെറ്റാണെന്നൊന്നും മനസ്സിലാക്കുന്നില്ല, എങ്കിലും അവനോട് ചോദിച്ചു എന്നുള്ളത്. നമുക്കാണെങ്കിലോ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവരോ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരോ, മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നവരോ, തീർച്ചയായിട്ടും നമ്മൾ ദൈവം പറഞ്ഞ കാര്യങ്ങളിലേക്ക് തിരിയുക. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഒരു ജനഭൂരിപക്ഷം ആൾക്കാർ മനുഷ്യർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഇവിടെ കർത്താവിനെ ഒരു ചോദ്യം അവർ ചെയ്തു. നമുക്ക് ചോദ്യവുമില്ല, ഉത്തരവുമില്ല. നമുക്ക് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോവുക. പീഡാനുഭവമായാലും ആ പീഡാനുഭവം നമ്മൾ ആഴ്ച കുരുത്തോല പെരുന്നാൾ നമ്മൾ അതിൻ്റെ അത് കത്തിച്ച് അതിനെ കൊണ്ട് കുരിശ് വരയ്ക്കും. അതിൻ്റെ ആചാരങ്ങളല്ലാതെ ഇതിൻ്റെ പൊരുൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാതെയുള്ള ഒരു അറിവ് കേട്ട ഒരു മറയ്ക്കപ്പെട്ട ജീവിതമാണ്, ദൈവികസങ്ങൾ മറയ്ക്കപ്പെട്ട ഒരു ജീവിതമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നുള്ള യാതൊരു സംശയമില്ല. അപ്പം അങ്ങനെ നാം യേശുക്രിസ്തുവിൻ്റെ അധികാരം ചോദ്യം ചെയ്യുന്നവരോ? കാരണം അവൻ സർവാധികാരിയായ ദൈവമാണ്. അവൻ മനുഷ്യനെ അവതരിച്ച് നമ്മുടെ പാപപരിഹാരാർത്ഥം നമുക്ക് കൊണ്ട് മരിച്ചു അടക്കപ്പെട്ടു. എങ്കിൽ അവൻ്റെ സത്തയിൽ അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യൻ എന്നുള്ള പൂർണ്ണ മനുഷ്യനുമാണ്. അവനെ ചോദ്യം ചെയ്യാൻ നമുക്ക് വരത്തില്ല. എന്നാൽ അന്നത്തെ അധികാരികൾ ചോദ്യം ചെയ്തു. എന്നാൽ ഇന്ന് ഈ പള്ളിയിൽ പോകുന്ന ആൾക്കാർ അവർ അച്ഛമ്മനോട് അവരുടെ അധികാരികളോട് ചോദിക്കാൻ അവർക്ക് പേടിയാണ്, ഭയമാണ്. അവർക്ക് നിർഭയം ജീവിക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ ജീവിതത്തെ, സാധാരണക്കാരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അപ്പം അങ്ങനെ നാം യേശുക്രിസ്തുവിൻ്റെ അധികാരം ചോദ്യം ചെയ്യുന്നവരോ? യഹൂദന്മാർ ചെയ്തതോ അതേ കുറ്റം തന്നെയാണ് നാം കൈവശം ചെയ്യുന്നത്. അവർക്ക് പറ്റിയ അബദ്ധം, യഹൂദന് പറ്റിയ അബദ്ധം നാം ഇന്ന് അത് തന്നെയാണ് നമ്മളുടെ അനുഭവം. അതുകൊണ്ട് ഒരു മാറ്റം വരേണ്ടത് ആവശ്യമാണ്. വാസ്തവമായ പീഡാനുഭവം ഈ ആഴ്ചയിൽ നമ്മുടെ കർത്താവ് കഷ്ടം സഹിച്ച് നമുക്ക് പരിഹാരമായി പാപപരിഹാരത്തിനായിട്ട് ഒരിക്കലും യാഗം ചെയ്തു എന്നുള്ളത് നമ്മൾ എബ്രായത്തിൽ വായിക്കുകയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ എത്രയോ അനുഗ്രഹമായിരിക്കും. യേശുക്രിസ്തു അധികം ചോദ്യം ചെയ്യുന്നവരോ യേശുക്രിസ്തു ചെയ്ത കുറ്റമാണ് ഇന്ന് നാമധേയം ക്രൈസ്തവർ ചെയ്യുന്നത്. പീഡാനുഭവ ആഴ്ച അനുസ്മരിക്കുമ്പോൾ കഷ്ടം സഹിച്ച് മരിച്ചവനെ ഓർക്കുക, വിശ്വസിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഞാനിതൊരു ചെറിയ സമയം കൊണ്ട് വലിയ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഈ പീഡാനുഭവ ആഴ്ചയെക്കുറിച്ച് നമുക്ക് വർഷങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അത് ഏകദേശം 3.5 വർഷത്തെ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന ആഴ്ച എന്ത് സംഭവം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓശാന ഞായറാഴ്ച മുതൽ കർത്താവിൻ്റെ മരണവും ഞായറാഴ്ച പുനരുത്ഥാനവും അതിനുശേഷം 40 ദിവസം പ്രത്യക്ഷനായി അവൻ്റെ മധ്യേ അവരുടെ കാണുകയെ, ശിഷ്യന്മാർ കാണുകയെ, തൻ്റെ അപ്പസ്തലന്മാർ കാണുകയെ സ്വർഗാരോഹണം ചെയ്തു എന്നുള്ളത് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് ഈ പീഡാനുഭവ ആഴ്ച നമ്മൾ അനുസ്മരിക്കുമ്പോൾ കഷ്ടം സഹിച്ച് മരിച്ചവൻ ഓർക്കുക, വിശ്വസിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, എന്നെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവായ ദൈവമേ, അവിടത്തേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു, ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു. കർത്താവേ, നിൻ്റെ പുത്രൻ്റെ പീഡാനുഭവം ഞങ്ങൾ അനുസ്മരിക്കുമ്പോൾ എൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാകുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ, ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ, പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തണമേ. അങ്ങനെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ പാപപരിഹാര യാഗത്തിൽ നിങ്ങൾ വിശ്വസിച്ച് അവൻ ഇന്ന് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു എന്നുള്ളതൊക്കെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞ് ഒരു ക്രിസ്ത്യ ജീവിതം ആരംഭിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.